ഞാൻ ബ്രദർ സെബാസ്റ്റ്യൻ, ബ്രദർ ഡേവിസ് എന്നും അറിയപ്പെടും. ഞാനും വർക്കിയച്ഛനും തമ്മിൽ ഈ വർക്ക്ഷോപ്പിൽ കുറച്ച് നാൾ ഒരുമിച്ച് പണി ചെയ്തിട്ടുണ്ട്. വർക്കി പന്തലാഞ്ഞച്ഛൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒരു ഹായ്. ഞാൻ 1967 ജൂൺ 2-ാം തീയതി തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് വിശാഖപട്ടണം മിഷനിലേക്ക് ഒരു ബ്രദറായി സേവനം അനുഷ്ഠിക്കാൻ വന്നു. കൂടെ അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന ഫാദർ ദേവസ്യ കൊഴുപ്പിലച്ഛനും ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് അവധിക്ക് പോയി തിരിച്ചു വരുന്ന 3 ബ്രദേഴ്സും എന്നെപ്പോലെ സഭയിൽ ഒരു ബ്രദറായി സേവനം അനുഷ്ഠിക്കാനായിട്ട് ആദ്യമായി കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന 3 പേരും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പ്രൊവിൻഷ്യൽ ഹൗസിലെത്തി. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് വർക്കിയച്ഛനെ ഞാൻ കാണുന്നത്. വർക്കിയച്ഛൻ നിങ്ങളെ 3 പേരെയും, പുതുതായി വന്ന 3 പേരെയും ഫിലിപ്പ് നഗറിലേക്ക് ബ്രദേഴ്സിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നത്. ഫിലിപ്പ് നഗറിൽ MSF സഭയ്ക്ക് ഏകദേശം 70 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നെൽപ്പാടങ്ങൾ, മാന്തോപ്പ്, വെജിറ്റബിൾ ഗാർഡൻസ്, അതുമാതിരി തന്നെ ബർമ റെഫ്യൂജി ക്യാമ്പ്, ആ ക്യാമ്പിൽ ഒരു ചെറിയ പോസ്റ്റ് ഓഫീസ്. ഈ സ്ഥലത്തിൻ്റെ എല്ലാം വർക്കിയച്ഛനായിരുന്നു മേലധികാരി, അച്ഛൻ ഡയറക്ടറായിട്ട്. അച്ഛനെന്നും ഒരുവിധം എല്ലാ ദിവസവും രാവിലെ കുടച്ചൂടി നെൽപ്പാടത്തേക്ക് പോകുന്നതും അവിടെ വെള്ളം അടിക്കാനുള്ള ഇലക്ട്രിക്കൽ മോട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും അച്ഛനെ സഹായിക്കാനായിട്ട് ഞാനും പലപ്പോഴും അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. അതുമാതിരി തന്നെ അച്ഛന് ഒരു ഫണ്ടാബുലസ് 2 വീലർ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ട് അച്ഛൻ എന്നെ ഏൽപ്പിക്കാറുണ്ട്. സോ അത് കാരണമായിരിക്കാം അച്ഛൻ എന്നെ ടെക്നിക്കൽ ലൈനിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. ഏകദേശം 2 കൊല്ലം ഞാൻ അച്ഛൻ്റെ കൂടെ ഫിലിപ്പ് നഗറിൽ ട്രെയിനിങ് കഴിഞ്ഞു. അച്ഛൻ നിങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സുകൾ, ചർച്ച് ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മ്യൂസിക്, അതുപോലെ തന്നെ സഭയിൽ ചെയ്യുന്ന വർക്കുകൾ, സഭയിൽ മെമ്പേഴ്സ്, ബ്രദേഴ്സ് ചെയ്യുന്ന വർക്കുകൾ, ഇതിനെപ്പറ്റിയെല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. അമേരിക്കൻ സപ്ലൈ, പാൽപ്പൊടി, എണ്ണ, ഗോതമ്പ്, ചോളപ്പൊടി, ഡ്രസ്സുകൾ, പഴയ ഓൾഡ് ഡ്രസ്സുകൾ, ഇതെല്ലാം അമേരിക്കൻ സപ്ലൈ അച്ഛൻ വഴി അവിടേക്ക് കിട്ടുമായിരുന്നു. അതെല്ലാം അച്ഛൻ അടുത്തുള്ള ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമായിരുന്നു. ഇതൊക്കെയായാലും അച്ഛൻ വളരെ എളിയൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. പ്രാർത്ഥനാ നിർഭരമായ ജീവിതം, വളരെ സ്നേഹത്തോടുകൂടി പാവങ്ങളോടുള്ള പെരുമാറ്റം, അതുമാതിരി സുപ്പീരിയേഴ്സിനോടുള്ള അനുസരണം, അവർ ഏൽപ്പിക്കുന്ന പണികൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് തീർക്കുന്ന ഒരു ആളായിരുന്നു അച്ഛൻ. AP ബിഷപ്പ് കോൺഫറൻസ്, അതായത് ഹൈദരാബാദ് അതിരൂപതയുടെ കീഴിലുള്ള ജ്യോതിർമയ് എന്ന സേവന സംഘത്തിൻ്റെ ഡയറക്ടറായിട്ട് നിയമിച്ചു. പണ്ട് ആന്ധ്ര എന്നൊക്കെ രാഷ്ട്രമായിരുന്നു. ഇപ്പോൾ അത് തെലുങ്കാന ആൻഡ് ആന്ധ്ര എന്ന 2 തെലുഗു രാഷ്ട്രങ്ങളായി. അപ്പോൾ ഈ 2 രാഷ്ട്രങ്ങളുടെയും കീഴിലുള്ള പള്ളികളെ സഹായിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. പള്ളികൾക്കും അവിടുത്തെ സ്ഥാപനങ്ങൾക്ക്, അവന്മാർ അച്ഛന്മാരെ സഹായിക്കുന്ന
കാറ്റഗിസ്റ്റ്, സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ്, കെട്ടിട നിർമ്മാണത്തിനുള്ള സഹായങ്ങൾ, ഇങ്ങനെയെല്ലാം ഈ രണ്ട് സ്റ്റേറ്റിലെയും പള്ളികളിലെയും അച്ഛന്മാർക്കും ചെയ്യാനുള്ള അവസരം അച്ഛന് കിട്ടി. അതുമാതിരി തന്നെ 1983 വർക്ക്ഷോപ്പ് ലേബർ പ്രോബ്ലം കാരണം അടച്ചു പൂട്ടേണ്ടി വന്നു. ITI ട്രെയിനിങ് ഓട്ടോനഗറിലോട്ട് മാറ്റി. അപ്പോൾ ഈ സ്ഥലം പഴയ വർക്ക്ഷോപ്പ് കുറച്ച് നാളത്തേക്ക് ഒന്നുമില്ലാതെ അങ്ങനെ കിടന്നുപോയി. പിന്നെ വർക്കച്ചൻ വന്ന് ഈ സ്ഥാപനം ഏറ്റെടുത്ത് വർക്ക്ഷോപ്പ് തുടങ്ങി. ബ്രദർ മൈക്കിളും കൂടെ ഉണ്ടായിരുന്നു അച്ഛനെ സഹായിക്കാനായിട്ട്. വർക്ക്ഷോപ്പ് അടച്ചു പൂട്ടിയെങ്കിലും ITI ട്രെയിനിങ് ഇവിടെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ 84 ITI ഓട്ടോനഗറിലേക്ക് മാറ്റി. അപ്പോൾ പിന്നെ ഈ സ്ഥലത്ത് നോക്കാനായിട്ട് വർക്കച്ചനെ നിയമിച്ചു. വർക്കച്ചൻ ഇവിടെ വന്നു. ബ്രദർ മൈക്കിളിൻ്റെ സഹായത്തോടു കൂടി, ബ്രദർ മൈക്കിളുണ്ടായിരുന്നു സഹായിക്കാനായിട്ട്. വർക്കച്ചന് അതിൻ്റെ ഡയറക്ടറായിട്ടും ബ്രദർ മൈക്കിൾ ഇവിടുത്തെ നോൺ ഫോർമൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓട്ടോമൊബൈലിൻ്റെ ഇൻചാർജായിട്ടും അച്ഛനെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. അച്ഛൻ പുറത്തുള്ള വർക്കുകളെല്ലാം, ഷിപ്പ് റിപ്പയേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള നമ്മുടെ പള്ളികൾക്ക് ആവശ്യമായ ഗ്രിൽസ് അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലും സഭയ്ക്ക് ആവശ്യമായ വിശാഖപട്ടണം രൂപതയിൽ അല്ലെങ്കിൽ ശ്രീകാകുളം രൂപത, പണ്ടത്തെ ശ്രീകാകുളം രൂപത വിശാഖപട്ടണം രൂപതയിൽ കീഴിലായിരുന്നു. അപ്പോൾ ശ്രീകാകുളം, വിശാഖപട്ടണം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉള്ള മിഷണറീസിൻ്റെ ഹൗസുകളിൽ എന്തെല്ലാം വർക്കുണ്ടോ അതെല്ലാം വർക്ക്ഷോപ്പിൽ നിന്ന് പോയി ചെയ്യുമായിരുന്നു. ഈ സമയത്ത് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന സമയത്തും അല്ലെങ്കിൽ സീതമതാര ഉണ്ടായിരുന്ന സമയത്തും ആയിട്ട് അച്ഛൻ വേറൊരു സൊസൈറ്റി, സഹായിക്കാനായിട്ടുള്ളൊരു സൊസൈറ്റി, ഫ്രാൻസേലിയൻ സേവാ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. അതുവഴി ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്ക്, പാരീഷസസിന് അല്ലെങ്കിൽ നമ്മുടേതായ ഹൗസുകൾക്ക് എല്ലാം സഹായം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ്, അതുമാതിരി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാൻ, അതുമാതിരി വൃദ്ധജനങ്ങൾക്ക്, വൃദ്ധജനങ്ങൾക്ക് സഹായം, ഇങ്ങനെയുള്ള എല്ലാം ഈ സേവാകേന്ദ്രം വഴി നടത്തിയിട്ടുണ്ട്. അച്ഛന് പിന്നെ ഹാർട്ട് സംബന്ധമായ ഒരസുഖം വന്നു. ആ സമയത്ത് ഞാൻ ITIയിലായിരുന്നു, ഓട്ടോനഗറിലായിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് വന്നു. എന്നിട്ട് അച്ഛനും കൂടെ കുറച്ച് കൊല്ലങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് കിട്ടി. അച്ഛന് ഒരു ചെറിയ സ്ലൈഡ് പ്രൊജക്ടറും ഫിലിം പ്രൊജക്ടറും ഉണ്ടായിരുന്ന കാരണം പലപ്പോഴും രൂപത പള്ളികളിൽ പെരുന്നാളുകൾക്ക് അച്ഛൻ പോയി സിനിമ കാണിക്കുമായിരുന്നു. അതായത് പുണ്യവാന്മാരുടെ ജീവചരിത്രം, കരുണാമയുഡു എന്നുള്ള സിനിമകൾ. അത് കാരണം വില്ലേജിലെ ആൾക്കാർ അച്ഛനെ പലപ്പോഴും സിനിമാ ഫാദർ എന്നോ അല്ലെങ്കിൽ കരുണാമയുഡു എന്നോ ആണ് അറിഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ അച്ഛനയുടെ സേവാക്കരയുടെ സമയത്ത് വടക്കഞ്ചേരി, കേരളത്തിൽ വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങാനും അവിടെ വർക്ക് നടത്താനൊക്കെ ആയിട്ട് അച്ഛൻ പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ റിട്ടയർ ചെയ്ത സമയത്ത് വടക്കഞ്ചേരിയിൽ പോയി തൻ്റെ ഭാവി ജീവിതം അവിടെ കഴിച്ചു.
നിങ്ങളുടെയൊക്കെ ട്രെയിനിങ് കാലത്ത് ഒരപ്പച്ചനെ പോലെയാണ് നിങ്ങളെല്ലാം നോക്കിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ അച്ഛനിൽ നിന്ന് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. ഒന്ന് അധികാരികളോടുള്ള ബഹുമാനം, അനുസരണം, ഏൽപ്പിക്കുന്ന പണി കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക. പിന്നെ പാവപ്പെട്ടവരോട് എപ്പോഴും ഒരു പ്രത്യേക ഒരു മമത, ഒരു സ്നേഹം അച്ഛനുണ്ട്. ഏറ്റവും നല്ലത് ഒരു എളിയ ജീവിതം, വളരെ സിമ്പിളായിട്ടാണ് അച്ഛൻ ജീവിച്ചത്. ഇത്ര വലിയ പോസ്റ്റ് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇത്ര കാശുണ്ടായിട്ടോ അതിൻ്റെ ഒരു ഇതൊന്നും കാണിക്കാതെ വളരെ ലളിതമായ ഒരു ജീവിതം നയിച്ചു. 22/2/2016 ദൈവം അച്ഛന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യസമ്മാനത്തിലേക്ക് വിളിച്ചു. അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നതിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ എളിയ ജീവിതം, കോൺഗ്രിഗേഷനോടുള്ള സ്നേഹം, പാവപ്പെട്ടവരോടുള്ള സഹായം, ഇതെല്ലാം ഓർക്കുകയാണ് ഇത്തരുണത്തിൽ.